त्रिलोकेशनाथ नमस्ते नमस्ते कांदळ्ळूरप्प नमस्ते नमस्ते त्रिलोकेशनाथ नमस्ते नमस्ते कांदळ्ळूरप्प नमस्ते नमस्ते उग्रस्वरूप समस्तापराधं क्षमीकीर्णं देव नमस्ते नमस्ते उग्रस्वरूप समस्तापराधं क्षमीकीर्णं देव नमस्ते नमस्ते जडावल्कधारा नमस्ते नमस्ते प्रजाप्रिय शंभु नमस्ते नमस्ते जडावल्कधारा नमस्ते नमस्ते प्रजाप्रिय शंभु नमस्ते नमस्ते पिता प्रियनाथ समस्ताहंगारं क्षमीकीर्णं देव नमस्ते नमस्ते पिता प्रियनाथ समस्ताहंगारं क्षमीकीर्णं देव कारुण्यनाथ नमस्ते नमस्ते पंचाक्षर रूप नमस्ते नमस्ते कारुण्यनाथ नमस्ते नमस्ते पंचाक्षर रूप नमस्ते नमस्ते भूतस्वरूप समस्त पापങ്ങൾ क्षमीकीर्णं देव नमस्ते नमस्ते भूतस्वरूप समस्त पापങ്ങൾ क्षमीकीर्णं देव नमस्ते नमस्ते नंदीशनाथ नमस्ते नमस्ते यक्षस्वरूप नमस्ते नमस्ते नंदीशनाथ नमस्ते नमस्ते यक्षस्वरूप नमस्ते नमस्ते ओंकार शंभो समस्ताभिलाषङ्गलरुळेणं देव नमस्ते नमस्ते ओंकार शंभो समस्ताभिलाषङ्गलरुळेणं देव समस्तापराधं क्षमीकीर्णं देव समस्ताहंकारं क्षमीकीर्णं देव समस्तपापങ്ങൾ क्षमीकीर्णं देव समस्ताभिलाषङ्गलरुळेणं देव നമുക്ക് പുനഃപരിശീലനം ബഹുമാനപ്പെട്ട മേയറോട് പറഞ്ഞപ്പോൾ ഒരു വിശദമായിട്ടുള്ള കത്ത് നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട മേയർ പറയുകയുണ്ടായി. അങ്ങനെ ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞ പ്രഗത്ഭന്മാരായിട്ട് ആലോചിച്ചുകൊണ്ട് ഒരു കത്ത് ബഹുമാനപ്പെട്ട മേയറിന് കൊടുക്കുകയുണ്ടായി.
അതിൻ്റെ ഭാഗമായി തന്നെ കൗൺസിലിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മേയർ സമയം അനുവദിച്ചു. ആ കൗൺസിലിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ സംസാരിച്ചു. അതിനെക്കുറിച്ചുള്ള കത്തെഴുതി കൊടുത്തു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് 2023 ആദ്യം 5 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി തുടക്കം കുറിക്കാൻ വേണ്ടി അനുമതി നൽകി. അതിന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ തന്നെ നഗരസഭ ഇത്തരം പ്രോജക്റ്റുകൾ, വലിയ പദ്ധതികളെ പ്രോജക്റ്റ് പദ്ധതികൾ ഉൾപ്പെടുത്തി ഇത് കുറേ കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ ഇതിനുവേണ്ടി പ്രോജക്റ്റുകൾ തയ്യാറാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടെ കണ്ടുകൊണ്ട് ആ പ്രോജക്റ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2025-26 നഗരസഭയുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 10 കോടി രൂപയുടെ അനുമതി ലഭിക്കുകയുണ്ടായി. ആ 10 കോടി അനുമതി ലഭിച്ചപ്പോൾ തന്നെ നമ്മളിതിൻ്റെ പ്രവർത്തന നിർമ്മാണം തുടങ്ങാൻ വേണ്ടിയുള്ള ആലോചനകൾ നഗരസഭ ഉദ്യോഗസ്ഥന്മാരായിട്ട് ബന്ധപ്പെട്ടുള്ള ആലോചനകൾ നടത്തുകയുണ്ടായി. അങ്ങനെ പ്രോജക്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ശ്രീ സുജിത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ നഗരസഭയുടെ സെക്രട്ടറി ഞാനും അടക്കമുള്ളവരും ഈ ക്ഷേത്രത്തിലെ ഉപദേശ സമിതി അംഗങ്ങളായിട്ടുള്ള ശ്രീ വിശാഖ്, പ്രവീൺ, സതി എന്നിവരുമായിട്ടൊക്കെ ആലോചിച്ചുകൊണ്ട് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ചൊരു ആലോചന നടത്തി. അവരുടെയും കൂടെ അനുമതിയോടുകൂടി അവരും കൂടെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ അന്ന് സബ് ഗ്രൂപ്പ് ഓഫീസറായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ കൂടെ ചേർത്തുകൊണ്ട് അവരെല്ലാം കൂടെ പറഞ്ഞ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രപ്പോസൽ നഗരസഭയ്ക്ക് കൊടുക്കുകയുണ്ടായി. നഗരസഭ അങ്ങനെയാണ് ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ കമ്പനി എന്ന കമ്പനിക്ക് ഈ പ്രോജക്റ്റുകൾ അവതരിപ്പിച്ച് ഇതിനൊരു സർവേ നടപടി എടുത്തുകൊണ്ട് ഇതിനൊരു പ്രോജക്റ്റ് നൽകാൻ വേണ്ടി ഇവർക്ക് ക്യാപിറ്റൽ കൺസൾട്ടൻറ്റ് കമ്പനിക്ക് നൽകുകയുണ്ടായി. ക്യാപിറ്റൽ കൺസൾട്ടൻറ്റ് കമ്പനിയെക്കുറിച്ച് നിങ്ങൾ ഏകദേശം ചെറിയ ഒരു വിവരണം മനസ്സിലാക്കി കാണുമെന്ന് മനസ്സിലാക്കുകയാണ്. അവർ ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ധാരാളം ക്ഷേത്രങ്ങളും അത്തരത്തിലുള്ള വലിയ കെട്ടിട നിർമ്മാണങ്ങളും നടന്നിരിക്കുകയാണ്. മേയർ അതാ പോവുകയാണോ വിളിക്കുന്നത്? അവരുടെ ഉദ്യോഗസ്ഥന്മാർ സർവേ നടത്തുന്ന ടീം അംഗങ്ങൾ ഇവിടെ വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തി നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഈ ഉപദേശ സമിതി അംഗങ്ങളായിട്ടുള്ളവരും നാട്ടുകാരും എല്ലാം പറഞ്ഞത് ഈ പ്രദേശത്തെ അമ്പലത്തിനകത്ത് വരുന്ന ശിവേലി പാത വർഷങ്ങൾ പഴക്കം ചെന്നതാണ്. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അതാണ്. ശിവേലി പാത ഇടിഞ്ഞ് താഴ്ന്നു കിടക്കുന്നതാണ്. നടകളാണുള്ളത്. 4 നടകളുണ്ടെങ്കിലും തെക്ക് വശത്ത് ചെറിയ വാതിലാണ്. നമ്മുടെ ആരാധയായിട്ടുള്ള മേയർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം കല്ല് ശിലാഫലം ചെയ്തിട്ട് അത്തോട്ട് കയറാനല്ല പാകുന്ന കൃഷ്ണശിലാ കല്ലെന്ന് പറയുന്ന കരിങ്കൽ പാകിക്കൊണ്ട് ആ ക്ഷേത്ര ശിവേലി പാതകളെല്ലാം നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ ഗോപുരവാതിലുകൾ 3 എണ്ണവും ഇടിച്ച് പുതിയ ഗോപുരവാതിൽ ഇതിൻ്റെ പൈതൃക നിലന്ത്രി പറയുന്ന പ്രകാരമുള്ള വർക്കുകളാണ് ഇവിടെ നമുക്ക് നിർദ്ദേശമായി ക്യാപിറ്റൽ കൺസൾട്ടൻസി കമ്പനി. അതിന് നിർദ്ദേശം ഞങ്ങൾ ദേവസ്വം ബോർഡിന് ദേവസ്വം പ്രസിഡന്റിന് കൈമാറിയപ്പോൾ പ്രസിഡന്റ് അതിനുവേണ്ട തന്ത്രിയെ ചുമതലപ്പെടുത്തി തന്ത്രിയുടെ അനുമതി കൂടിയാണ് ഈ വർക്കുകളെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കിഴക്ക് വശത്ത് നമ്മളിരിക്കുന്ന ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ നമ്മുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻനട പോലെയുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതായത് ഈ കാണുന്ന ഇലക്ട്രിക് ലൈനുകളോ വാട്ടർ അതോറിറ്റിയുടെ വർക്കുകളെല്ലാം പുതിയ ലൈനുകളാക്കി പിന്നെ ഒരു തോണ്ടാൻ കഴിയാത്ത രൂപത്തിലുള്ള പുതിയ സംവിധാനത്തിലൂടെ ആക്കി മാറ്റിയാണ് നമ്മൾ ഈ കിഴക്കേ നട നവീകരണത്തിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്നത്. 1,75,00,000 രൂപയുടെ പ്രോജക്റ്റാണ് ഇപ്പോൾ നഗരസഭ അംഗീകരിച്ചിട്ടുള്ളത്. ആകെ 10 കോടി രൂപയുടെ നമുക്ക് ബഡ്ജറ്റ് നമുക്ക് അവതരിപ്പിച്ച് പാസ്സായിട്ടുള്ളത്. 1ാം ഘട്ടമായി 1,70,00,000 രൂപയുടെ വർക്കുകൾ അതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. മേയർക്ക് സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ പ്രസംഗവേദിയിലോട്ട് പോകുന്നില്ല. എൻ്റെ കർത്തവ്യത്തിലോട്ട് കിടക്കാം. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ജാമെന്ന് ഈ നിർമ്മാണ പ്രവർത്തന തറക്കല്ലിടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞുകൊണ്ട് മേയറായിക്കൊണ്ട് തലസ്ഥാന നഗരിക്ക് അതിഗ്രമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ വാർഡിൽ തന്നെ നിരവധി ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മരാമത്ത് കമ്മിറ്റിയാണ് ഇതിനുള്ള അനുമതിയെല്ലാം നൽകാനുള്ളത്. മരാമത്ത് ചെയർമാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ മാസമാണ് നമ്മുടെ നന്ദാവനത്തെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ആ വേദി
ഓമന ചേച്ചി വിഴിഞ്ഞത്തെ കൗൺസിലർ മരണപ്പെട്ടതുകൊണ്ട് മേയറും ഡെപ്യൂട്ടി മേയറും ആ മരണസ്ഥലത്തായതുകൊണ്ടാണ് അന്ന് മേയർ എത്താത്തത്. നിങ്ങൾക്ക് എല്ലാവരും ഞാൻ അന്നും പറഞ്ഞിരുന്നതാണ്. അന്ന് ആ യോഗത്തിന് അധ്യക്ഷത വഹിച്ചിരുന്ന നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള ചെയർമാൻ മേടയിൽ വിക്രമനാണ്. മരാമത്ത് കമ്മിറ്റിയുടെ ചെയർമാനാണ്. മരാമത്ത് കമ്മിറ്റിയുടെ അനുമതിയോടുകൂടിയാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നൽകുന്നത്. മരാമത്ത് കമ്മിറ്റിയുടെ ചെയർമാനാണ്. മരാമത്ത് ചെയർമാനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓരോരോ പ്രവർത്തനങ്ങളും നടത്തുന്നതിൽ എന്നെ ഉപദേശിക്കുകയും എൻ്റെ പ്രവർത്തനങ്ങൾ മാർഗദർശിയായി നിന്നുകൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങളെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ വേദിയിലുണ്ട്. പുതിയ സമിതി അംഗങ്ങളായിട്ടുള്ള ശ്രീ വിശാഖ് ഈ വേദിയിലുണ്ട്. കാവലർ റെസിഡൻസിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ബാലകൃഷ്ണ പിള്ള ഈ വേദിയിലുണ്ട്. സതീഷ് കുമാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് കൂടെയാണ്. അതോടൊപ്പം തന്നെ ഈ ഉപദേശ സമിതിയുടെ അംഗം കൂടെയാണ്. അംഗമല്ല, നേരത്തെ അംഗമായിരുന്ന ഉപദേശ സമിതി അംഗം കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ സതീഷ് കുമാറിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ സബ് ഗ്രൂപ്പ് ഓഫീസർ ഇവിടെ പുതിയതായി എത്തിച്ചേർന്നിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം വരെ കഴിഞ്ഞ മീറ്റിംഗ് കൂടുന്ന ദിവസം വരെ മറ്റൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ആ ദിവസമാണ് ഇവിടെ ചാർജ് എടുത്തതെന്ന് അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ യോഗത്തിൽ എത്തിയെന്ന വലിച്ചാൽ അവാർഡിലെ മുഴുവൻ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, എൻ്റെ സെക്രട്ടറി, പ്രസിഡന്റ് എല്ലാവരും, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ നമ്മൾ പ്രത്യേകം ക്ഷണിക്കുകയുണ്ടായി. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തകർ, ഈ പ്രദേശത്തെ കുടുംബശ്രീ സജീവമായി നിൽക്കുന്ന കുടുംബശ്രീയുടെ പ്രവർത്തകരുണ്ട്. അവരെയും സ്വാഗതം ചെയ്യുന്നു. മറ്റു ബ്രാഹ്മണ സമുദായത്തിൻ്റെ പ്രമുഖരുണ്ട്, നേതാക്കന്മാരുണ്ട്. അതിൻ്റെ സെക്രട്ടറി പ്രസിഡന്റുണ്ട്. NSS കരയോഗത്തിൻ്റെ സെക്രട്ടറി ഉണ്ട്, അതിൻ്റെ പ്രസിഡന്റുണ്ട്. അങ്ങനെ നമ്മുടെ വലിയശാലയായിട്ട് ബന്ധപ്പെട്ട സമസ്ത മേഖലയിലുള്ളവരുടെ എത്തിച്ചേർന്ന് വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ, ആരെയും വിട്ടുപോയെന്ന് പ്രത്യേകം പറയുന്നില്ല, മുഴുവൻ ആൾക്കാരെ, വലിയശാല മുഴുവൻ പ്രതിനിധികളെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഇതിനൊരു പ്രോജക്റ്റ് നേരത്തെ ഇവിടുത്തെ ജനങ്ങളെ ഞങ്ങളുടെ ഒന്നും പ്രസംഗം കൊണ്ട് മാത്രം അറിയിച്ചാൽ പോരാ, മറിച്ച് കൃത്യമായ ഒരു പദ്ധതി ഈ വാർഡിന്റെ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ക്യാപിറ്റൽ എഞ്ചിനീയറിംഗ് കഴിയുന്നവർക്കും നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കാന്തല്ലൂർ ശാലയ്ക്കകത്ത് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, ആ മാറ്റം എത്ര വലുതാണ് എന്ന് എന്നേക്കാൾ ഒരുപക്ഷെ കൂടുതൽ മനസ്സിലാക്കുക തന്നെ. അപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്കാകെ ഉപകാരപ്പെടുന്ന, ജനങ്ങളുടെ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരാവശ്യം കൂടിയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ആരംഭിക്കുന്നത് എന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാന്തല്ലൂർ ശാലയുടെ ചരിത്രം പൂർണ്ണമാകുന്നതിന് മുൻപ് വിഴിഞ്ഞം കേന്ദ്രീകരിച്ച്, വിഴിഞ്ഞം പൂവാർ പ്രദേശം കേന്ദ്രീകരിച്ച് കാന്തല്ലൂർ ശാല എന്ന ഒരു സർവകലാശാല പ്രവർത്തിച്ചിരുന്നു.
ആ സർവകലാശാല പല കാരണങ്ങളാൽ അന്ന് രാജാവിൻ്റെയൊക്കെ ഭരണകാലമാണ് എന്നൊക്കെ പറയുന്നത് പോലെ അന്നത്തെ രാജ കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങൾ അന്നിങ്ങനെ ആയിരിക്കണമെന്നില്ല, അന്ന് മറ്റൊരു രീതിയിലായിരിക്കും. ആ നിലയിൽ അങ്ങനെ ഒരു കാന്തളൂർ ശാല, ഒരു സർവകലാശാല എന്ന നിലയിൽ ഇവിടെ ആരംഭിക്കുന്നത്. ഇവിടുത്തെ ചരിത്രം ശരിക്കും മൺമറഞ്ഞു പോകാതെ അത് നിലനിർത്താൻ കഴിയുന്ന ഒരു ഇടപെടൽ നടത്തുക എന്നതാണ് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്ന്. അതിൽ ഇന്ന് നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, ആചാരങ്ങൾക്ക്, അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഒരു സർവകലാശാല, അറിവിൻ്റെ കേന്ദ്രമായിരുന്ന ഒരു സർവകലാശാലയെ ജനങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു അറിവിൻ്റെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1200 വർഷങ്ങൾക്ക് മുൻപ് യോഗയും നൃത്തവും നമ്മുടെ പല കലാരൂപങ്ങളും അത് തുടങ്ങി കെമിസ്ട്രിയും, അന്നത്തെ കെമിസ്ട്രിയും വേദങ്ങളും ഒക്കെ പഠിപ്പിച്ചിരുന്ന ഏതാണ്ട് 65 വിഷയങ്ങളിൽ പഠനം നടത്തിയിരുന്ന സർവകലാശാല ഒരു ബാച്ചിൽ തന്നെ ഇന്ന് നമ്മൾ പറയുന്നത് പോലെ 95 പേരടങ്ങുന്ന നിരവധി ബാച്ചുകളിലായാണ് അന്ന് ഈ 65ഓളം വരുന്ന വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. എത്ര വർഷം മുൻപാണ്, അല്ലെങ്കിൽ എത്ര കാലഘട്ടം മുൻപാണ് 1200 വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊരു പദ്ധതി, ഒരു പ്രവർത്തനം, ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കോളേജ്, ഒരു സ്കൂള് ഒക്കെ തുടങ്ങുമ്പോൾ നമ്മൾ കൃത്യമായ ഒരു ഡേറ്റ് പറയും, അല്ലേ? നമ്മുടെ ഈ കല്ലിൽ 4/11/2025 എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ ഒരു ഡേറ്റ് പറയാൻ കഴിയാത്തത്രയും പഴക്കമുള്ള ഒരു ശാസ്ത്രത്തിനും ജീവിതത്തിന്റെ എല്ലാ ഘടകങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ഒരിടം കൂടിയാണ് കാന്തളൂർ ശാല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടുകൂടിയാണ് നഗരസഭ ചരിത്രത്തിൽ നമ്മുടെ ഈ പ്രദേശത്തെ ആകെ ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിന് ദേവസ്വം ബോർഡിന്റെ കൂടി നേതൃത്വത്തിൽ നഗരസഭയുമായി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നതിന് തീരുമാനിച്ചത്. നമുക്ക് എത്ര പേർക്ക് ഈ ചരിത്രത്തെ ഇതിനു മുൻപ് അറിയാം? ഞാൻ പറഞ്ഞത് ഒരു ഭാഗം മാത്രമാണ്. ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോഴാണ്, ഞങ്ങളിതിന്റെ പല ചർച്ചകൾ നടത്തി ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോഴാണ് നമ്മുടെ തലസ്ഥാനത്തിന്, നമ്മുടെ ഈ നഗരപ്രദേശത്തിന് ഇത്ര വലിയ ഒരു ചരിത്രമുണ്ട് എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പൊ അത്ര പ്രാധാന്യത്തോടു കൂടി ഒരു പ്രവൃത്തി ഏറ്റെടുത്തതിലുള്ള സന്തോഷം തീർച്ചയായും ഞാൻ ഈ ഘട്ടത്തിൽ നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നഗരസഭയുടെ ഭരണസമിതി ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഏറ്റവും വലിയ ഈ പ്രദേശത്തെ പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നമായിരുന്നു. കുടിവെള്ള പ്രശ്നമുണ്ടോ? ഇല്ല. പലപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ ഒരു പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ കുറച്ചു കാലം ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ജീവിതകാലം മൊത്തവും നമ്മൾ സൂക്ഷിച്ചു വെക്കും. ഇതിലെ ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കി എന്നെ തിരുത്തിയും ശരിയാണെങ്കിൽ അതിൽ നല്ലത് പറഞ്ഞുമൊക്കെ എൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് ശ്രീ കൃഷ്ണകുമാർ. ഞങ്ങൾ സുനിൽ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. കൃഷ്ണകുമാർ എന്നുള്ള പേര് എനിക്ക് പോലും മത്സരിക്കുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി കൂടിയാണ്. അങ്ങനെ എല്ലാവരും ചേർത്തുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് തിരുവനന്തപുരം നഗരസഭയിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതിൽ ജനങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണ, സഹോദരിയെ പോലെ, കൊച്ചുമകളെ പോലെയൊക്കെ ഞാനുൾപ്പെടെയുള്ള പുതിയ തലമുറയിലെ ജനപ്രതിനിധികളെ കണ്ട് ജനങ്ങൾ എല്ലാ പ്രതിസന്ധി കാലഘട്ടത്തിലും ഞങ്ങളെ ചേർത്ത് നിർത്തിയത് കൊണ്ട് തന്നെയാണ് അഭിമാനപൂർവ്വം ഈ ഭരണസമിതിക്ക് 5 വർഷത്തെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചത് എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ജനങ്ങളോടാകെയുള്ള നന്ദിയായി കൂടി എൻ്റെ ഈ സംസാരം നിങ്ങൾ സ്വീകരിക്കണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മേയർ ഇവിടെ നടത്തിയത്. വിവിധ കാര്യങ്ങളാണ് ഇവിടെ
ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൂന്തോട്ടം, ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ ലൈബ്രറി ഒക്കെ തുടങ്ങി വിവിധ തരത്തിലുള്ള ഇവിടുത്തെ എല്ലാവിധ പൈതൃകവും നിലനിർത്തിക്കൊണ്ട് തന്നെ നിലവിലുള്ള ഒന്നിനും വരാതെ നവീകരണ പ്രവർത്തനവും അതുപോലെ പുതിയ വികസനങ്ങളെല്ലാം നടത്തുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. നമ്മുടെ നഗരത്തിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇടമാണ്. ഈ വാർഡിൽ വിവിധ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നു. ഇപ്പോൾ ഇവിടെ ഈ കുടിവെള്ളം ഉണ്ടല്ലോ എന്ന് മേയർ ചോദിച്ചപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട് എന്ന് സമ്മതിച്ച് വളരെ സന്തോഷം. ഞാനിവിടെ ഇരുന്നപ്പോൾ തുടർച്ചയായി ഇങ്ങനെ ഫോൺ വരുന്നത് നിങ്ങൾ കണ്ടതാണ്. വെള്ളം കൊണ്ട് പോകുന്ന ടാങ്കറിലോട് എൻ്റെ വാർഡിൽ. അപ്പോൾ അവിടെ തർക്കം, ലോറിക്കാരൻ ഇങ്ങനെ വീട് വിടാതെ ഇറങ്ങി പോകില്ല, എവിടെയെങ്കിലും ഒരിടത്തിലും വന്ന് എടുത്തു പോകും. അങ്ങനെയുള്ള തർക്കത്തിനാണ് ഇങ്ങനെ പോകുന്നവരെയും വീട്ടിനാട്ടുകാരെയും വിളിച്ച് സമാധാനം ചെയ്യുന്ന ഒരു ഫോണാണ്. ഞങ്ങൾ കൈക്കൂട്ടത്തൊക്കെ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന സ്ഥലമായിരുന്നു. ഞങ്ങളവിടെ പറയാനുള്ളത്, എൻ്റെ കൊച്ചുനാളിലേക്ക് പറയാനുള്ളത്, ഇപ്പം അവിടെ വലിയ തോതിലുള്ള വികസനം വന്നു. ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ടുള്ള വികസനം. ആ വികസനം വന്നപ്പോൾ ഞങ്ങൾക്ക് ആദ്യം മുട്ടിയൊരു കുടിവെള്ളമാണ്. പിന്നെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ കുറവുണ്ട്. എല്ലാ വീട്ടിലും അന്ന് വലിയ പട്ടിണിയായിട്ടുണ്ടായിരുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ നല്ല എല്ലാവരുടെ കയ്യിൽ പൈസയായി. വികസനത്തിൻ്റെ ഒരു നേട്ടം അങ്ങനെ വരുമ്പോൾ മറുഭാഗത്ത് ഒരു കോട്ടവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടുത്തെ ഒരു പൊതുസ്ഥിതി. അതുകൊണ്ട് വെള്ളം കിട്ടുക തന്നെ വലിയ അനുഗ്രഹമാണ്. മനുഷ്യന് ഏറ്റവും പ്രധാനം വെള്ളവും വായുവുമാണ്. പ്രവർത്തനങ്ങളുള്ള ഒരു നഗരത്തിന്റെ ഭരണം ഏൽപ്പിക്കുമ്പോൾ ആശങ്കപ്പെട്ടവരുണ്ട് പലരും. വിദേശ രാജ്യങ്ങളിൽ വരുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പരിസരത്ത്, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ തിരുവനന്തപുരം നഗരത്തിനകത്ത് ഇത് സാധ്യമാണോ, ഇയാളെക്കൊണ്ട് കഴിയോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളും അല്ലെങ്കിൽ ആശങ്കയോടുകൂടി ആ വാർത്തയെ ഏറ്റെടുത്തവരുമുണ്ട്. ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇന്നത്തെ ഈ 5 വർഷം ഞാൻ വരുമ്പോൾ പറയാണ്, മേയർക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നപ്പോൾ എൻ്റെ മകൾ അതേ ആഴ്ചയിൽ രണ്ടുപേരും ഒരേ 6-7 ദിവസത്തിൻ്റെ വ്യത്യാസത്തിലാണ് പ്രസവിച്ചത്. എൻ്റെ വീട്ടിലെ സ്ഥിതി, ആ കുട്ടി വളരുന്ന രീതി എനിക്കറിയാം. എങ്ങനെയാണ് ആ കുട്ടിയെ അമ്മയും അതിൻ്റെ അമ്മയും ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാർക്കും അതറിയാം എങ്ങനെയാണ് വളർത്തുന്നത്, എങ്ങനെയാണ് ഓരോ ചുവടിൽ ഓരോ സ്റ്റെപ്പിലും അവരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ വീക്ഷിച്ച് അല്ലെങ്കിൽ ശ്രദ്ധിച്ച് വീട്ടിലെ അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ദേശത്തിലും വേദിയിലും നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഇതുപോലുള്ള പുരോഗമനത്തെ കുറിച്ച് അത് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ മേയർ അതിനെക്കുറിച്ച് സംസാരിച്ചു, നമ്മുടെ കൗൺസിലറും സംസാരിച്ചു. നമ്മുടെ ഈ നാട്ടിലെ വികസനം വളരെ അത്യാവശ്യപ്പെട്ട വെളിച്ചാന മഹാദേവക്ഷേത്രത്തിന് ചുറ്റും താമസിക്കുന്ന നമുക്ക് ഈ മഹാദേവക്ഷേത്രത്തിൽ നമ്മൾ അമ്പലത്തിൽ തൊഴുന്നത് മാത്രമല്ല, കുട്ടിക്കാലത്ത് കളിച്ചു വളർന്നൊരു സ്ഥലമാണ്. അതിൽ അന്നുണ്ടായിരുന്ന നല്ല പച്ച പരവതാനിയും മണലും അതൊക്കെ ഒരു സ്വപ്നത്തിൽ തന്നെയായിരുന്നു. അതിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അമ്പലം അങ്ങനെ ആയിരുന്നോ എന്ന് അതിശയിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നതും അത് നടപ്പിലാക്കിയതിലും തിരുവനന്തപുരം കോർപ്പറേഷനോടും പ്രത്യേകിച്ച് നമ്മുടെ വാർഡ് കൗൺസിലറായ കൃഷ്ണകുമാറിനും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും വലിയശാല എല്ലാ നിവാസികളുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വലിയൊരു പ്രസിഡന്റിനൊന്നും ഞാൻ ഉയരുന്നില്ല. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നമ്മുടെ വലിയശാല കാന്തല്ലൂർ ക്ഷേത്രം പരതരത്തോടെ വേദാന്തങ്ങളോടെ ഉറവിടമായിരുന്നു എന്ന് കാര്യം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഞാനിവിടെ ജനിച്ചു വളർന്നവരാണ്, വിദ്യാഭ്യാസം നടത്തിയതാണ്. ഇവിടത്തിൽ
ഉദ്യോഗത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ അതോടൊപ്പം പൊതുപ്രവർത്തനം നടത്തിയത് ഇവിടെ തന്നെ എങ്കിലും ഈ അമ്പലത്തിൻ്റെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവായി. ഈ അമ്പലത്തെക്കുറിച്ചുള്ള ഞാൻ നോക്കിയിട്ടില്ല. വലിയ ശാലയുടെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്ന ഒരു കൗൺസിൽ, കക്ഷി രാഷ്ട്രീയം കൂടാതെ, ജാതി മത വ്യത്യാസം കൂടാതെ എല്ലാവരും ഓരോരുത്തരും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പരമാവധി സത്യസന്ധമായി സേവന തത്പരതയോടെ പ്രവർത്തിച്ച് കാട്ടിയ ഒരു കൗൺസിലറാണ് നമ്മുടെ കൃഷ്ണകുമാർ. എനിക്ക് നശിപ്പിക്കാൻ കഴിയില്ല. എങ്കിലും കൃഷ്ണകുമാരന്റെ പാദം പിന്തുടരുന്നു ആരെങ്കിലും തന്നെ ആ കൗൺസിലറായിട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഈ എല്ലാ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലും എന്റെ സംഘടനയുടെ, അതുപോലെ തന്നെ ഞാൻ ചെയർമാനായിട്ടുള്ള കാവിൽ ദേവി ക്ഷേത്ര ട്രസ്റ്റിന്റെ എല്ലാവിധ പിന്തുണയും സഹകരണവും ഉറപ്പു ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൽ നന്ദി പറയുന്നതിന് വേണ്ടി ക്ഷേത്ര ഉപദേശ സെക്രട്ടറിയായിട്ടുള്ള ശ്രീ വിശാഖനെ ക്ഷണിച്ചു. ഈ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മളിതിന് മുമ്പ് നേരത്തെ നമ്മുടെ കൗൺസിലർ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഭാരവാഹികളായ നമ്മളെല്ലാവരും തന്നെ പലതവണ ഈ അമ്പലത്തിൻ്റെ ഒരു സ്ട്രക്ചർ പരിശോധിച്ചതാണ്. അപ്പോൾ നമ്മൾ അത് ദേവസ്വം വലിയ രീതിയിൽ നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ക്ഷേത്രമല്ല, അത് 4 ഏക്കറിനകത്ത് വിസ്തൃതിയുള്ള ക്ഷേത്രമാണ്. അപ്പോൾ അതിനകത്ത് ഇത്രയും വലിയൊരു വികസന പ്രവർത്തനം നടത്താൻ ദേവസ്വം ബോർഡിന് മാത്രം സാധിക്കില്ല. നിങ്ങൾ ഉത്സവന്മാരെ കണ്ടെത്തിയാൽ നമുക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ രീതിയിലേക്ക് മുടക്കാനുള്ള സ്പോൺസർമാരും ഇല്ലാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ കൗൺസിലായിട്ട് കൃഷ്ണകുമാർ വരികയും നമ്മുടെ ഒരു വാർഡ് സഭയിൽ ഇത് ജസ്റ്റ് നമ്മളിങ്ങനത്തെ 1-2 പദ്ധതികളെ കുറിച്ച് ഇങ്ങനെ ഈ നടപ്പാതയും അത് ഗോപുരത്തിന്റെ നിർമ്മാണത്തിന് നഗരസഭയുടെ ഇത് നമ്മൾ അറിയിച്ചു പോയി. പക്ഷേ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള വാർഡ് സഭകളിലൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് അവിടെ അവസാനിക്കുന്ന അടുത്ത അങ്ങനെയാണ് ഒരു പതിവ്. പക്ഷെ അതിന് ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ സുനിൽ നമ്മൾ പറയുകയാണ് നമ്മൾ അതിന് ഒരു പദ്ധതി നമുക്ക് രൂപീകരിക്കണം, അത് നമുക്ക് നടക്കാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെ അന്ന് മുതൽ അദ്ദേഹത്തിന് പുറകിലുണ്ട്. ഈ പറയുന്ന നമ്മുടെ അന്നത്തെ ഉപദേശസമിതിയിൽ നിന്ന് നമ്മളെല്ലാവരും ഇതിന്റെ പുറകിൽ നിൽക്കുകയാണ്. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് അതിനകത്ത് മറ്റൊരു പദ്ധതി ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ പ്രസാദ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി, കാരണം ഇതിനേക്കാളും കുറച്ചുകൂടി അമ്പലത്തിനകത്ത് കുറച്ച് പദ്ധതി ആവശ്യമാണ്. അതിന് പ്രസാദ പദ്ധതി എന്ന് പറയുന്ന 20 ക്ഷേത്രങ്ങൾ കേരളത്തിൽ എടുത്തുകൊണ്ട് പദ്ധതി രൂപീകരിച്ചു. അതിൽ നമ്മുടെ ക്ഷേത്രം ഇല്ലാതിരുന്നു. അന്ന് നമ്മൾ കൗൺസിലറിനെ ബന്ധപ്പെടുകയും കൗൺസിലർ മുഖേന ഈ MLA വഴി ഒരു സബ്മിഷൻ രൂപീകരിച്ച് നമ്മുടെ ക്ഷേത്രത്തിലെ കൂടി 21ാമത്തെ ക്ഷേത്രമായി പ്രസാദ പദ്ധതികളിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ഈ 2 പദ്ധതിയും നടപ്പിലാക്കി വന്നാൽ നമ്മുടെ അമ്പലത്തിൽ വലിയ രീതിയിലുള്ള വികസനം നടക്കുന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ ഈ പദ്ധതി സാധാരണ പദ്ധതി നടപ്പിലാക്കിയാൽ അതിന് ഒരുപാട് കാലതാമസമുണ്ട്. ഇത് പദ്ധതി ഉണ്ടായി ഉടനെ തന്നെ ക്യാപിറ്റൽ കൺസൾട്ടൻസിയിൽ ബന്ധപ്പെട്ടു അവരതിന്റെ രൂപരേഖകൾ നിങ്ങൾക്ക് അത് നടപ്പിലായാൽ എങ്ങനെയിരിക്കും എന്നിപ്പോ എല്ലാവരുടെ മനസ്സിന് രൂപമുണ്ട് ഇവിടെ തെളിയിച്ചതാണ്. അത്ര രീതിയിലേക്ക് വളരെ സ്പീഡായിട്ടുള്ള വർക്കുകൾ നടത്തുകയും ആ നടപ്പിലാക്കുന്നതിന്റെ പ്രാഥമികമായ 2 കോടി രൂപ അനുവദിച്ചുകൊണ്ട് അതിന്റെ ഉദ്ഘാടനമാണ്, അതിന്റെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇത് അതിന്റെ രീതിയിൽ കൃത്യമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് ഉറപ്പുണ്ട്. ഇനി ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് കാന്തപുരം നഗര പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടുള്ള സന്തോഷ് കുമാറാണ്. ഔദ്യോഗികരുടെ പേരിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മേയർ ആര്യരായ ഓരോരുത്തരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ മേടയിൽ നിൽക്കുന്ന അദ്ദേഹത്തിനും ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ സബ് ഓഫീസറായിട്ട് ഈ പ്രവർത്തനത്തിന് എല്ലാവരും സുഖം പിടിക്കുകയും ഈ പ്രവർത്തനം ഇതുവരെ എത്തിക്കുകയും ചെയ്തിട്ടുള്ള പ്രിയങ്കരനായുള്ള വാർഡ് കൗൺസിലർ കൃഷ്ണകുമാറിന് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ പങ്കെടുക്കുന്ന ക്ഷേത്രത്തിന്റെ സബ് ഓഫീസറായിട്ടുള്ള ശ്രീമാൻ ഹരികൃഷ്ണൻ ഉണ്ട്, അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ പ്രദേശസമിതിയിലുള്ള ശ്രീ മനീഷ സതീഷ് എന്നിവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്ന് പ്രശാന്ത് നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി പരമാവധി ശ്രമിച്ചതാണ്, ആ പ്രസിഡന്റിൽ വിളിച്ചതാണ്. അദ്ദേഹത്തിന് ശബരിമലയുടെ അവലോകന യോഗവുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് അത് കഴിയാത്തതുകൊണ്ടാണ് എത്തിച്ചേരാത്തത്. അദ്ദേഹം എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ നഗരസഭയിൽ പ്രത്യേക നന്ദി കൂടി രേഖപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുന്നു. അതുകൂടി ഇവിടെ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പേർക്കും എന്റെ പേരിൽ നാട്ടുകാരുടെ പേരിലുള്ള
അതുപോലെ കാവൽ റെസിഡൻസിന്റെ സെക്രട്ടറി ആയിട്ടുള്ള പി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേർക്കും എന്റെ പേരിലും ക്ഷേത്രത്തിന്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുവന്നു. അതുപോലെ ഒരാൾ വിട്ടുപോയതാണ് ഈ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കൺസൾട്ടൻസി കമ്മിറ്റി, ക്യാപിറ്റൽ കൺസൾട്ടൻസി കമ്മിറ്റി. അവർക്കും ഒരു പ്രത്യേക നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വരദനെ കാന്തള്ളൂരപ്പനെ കാണിക്ക വയ്ക്കും നീ കാവ്യലോകത്തെ. കലിയുഗ വരദനെ കാന്തള്ളൂരപ്പനെ കാണിക്ക വയ്ക്കും നീ കാവ്യലോകത്തെ. കാശിയിൽ വാഴും വിശ്വനാഥനെ നിനക്കായി കാഴ്ച വയ്ക്കുന്നു നാമഗീതങ്ങളെ. കാശിയിൽ വാഴും വിശ്വനാഥനെ നിനക്കായി കാഴ്ച വയ്ക്കുന്നു നാമഗീതങ്ങളെ. എത്ര കാവ്യങ്ങളിലാറാടി എത്ര മധുര സ്മൃതികളിലാറാടി എത്ര കാവ്യങ്ങളിലാറാടി എത്ര മധുര സ്മൃതികളിലാറാടി. എന്നിട്ടും എന്തേ മതിവരാത്തു എന്നപ്പനെ സുന്ദരേശനെ. എന്നിട്ടും എന്തേ മതിവരാത്തു എന്നപ്പനെ സുന്ദരേശനെ. കലിയുഗ വരദനെ കാന്തള്ളൂരപ്പനെ കാണിക്ക വയ്ക്കും നീ കാവ്യലോകത്തെ. കാശിയിൽ വാഴും വിശ്വനാഥനെ നിനക്കായി കാഴ്ച വയ്ക്കുന്നു നാമഗീതങ്ങളെ. എന്തേ നീയൊന്നും മിണ്ടാത്തു എന്നിൽ നിനക്കനിഷ്ടമോ. എന്തേ നീയൊന്നും മിണ്ടാത്തു എന്നിൽ നിനക്കനിഷ്ടമോ. നമ്മെ നീ തഴയല്ലേ താതാവേ പിന്നെ ഈ മക്കളാം ഇവർക്കാരുണ്ട് തുണ. നമ്മെ നീ തഴയല്ലേ താതാവേ പിന്നെ ഈ മക്കളാം
ഇവർക്കാരുണ്ട് തുണ, പിന്നെ ഈ മക്കളാം ഇവർക്കാരുണ്ട് തുണ. കലിയുഗ വരദനെ കാതള്ളൂരപ്പനെ കാണിക്ക വയ്ക്കും നീ കാവ്യലോകത്തെ. കാശിയിൽ വാഴും വിശ്വനാഥനെ നിനക്കായി കാഴ്ച വയ്ക്കുന്നു നാമഗീതങ്ങളെ. കണ്ടുവോ ശിവനെ കണ്ടുവോ, എന്നപ്പനെ ദേവനെ കണ്ടുവോ. കണ്ടുവോ ശിവനെ കണ്ടുവോ, എന്നപ്പനെ ദേവനെ കണ്ടുവോ. കണ്ടുവോ വരദായകനെ നീ കണ്ടുവോ എൻ കാതള്ളൂരപ്പനെ. കണ്ടുവോ വരദായകനെ നീ കണ്ടുവോ എൻ കാതള്ളൂരപ്പനെ. കണ്ടുവോ ശിവനെ കണ്ടുവോ, എന്നപ്പനെ ദേവനെ കണ്ടുവോ. ചെന്നുവോ അരികിൽ ചെന്നുവോ, ചെന്നു നീ ചാരത്തു നിന്നുവോ. ചെന്നുവോ അരികിൽ ചെന്നുവോ, ചെന്നു നീ ചാരത്തു നിന്നുവോ. നുകർന്നുവോ മധുരം നുകർന്നുവോ, പരമാത്മാവിൻ തൃക്കയ്യാൽ നുകർന്നുവോ. നുകർന്നുവോ മധുരം നുകർന്നുവോ, പരമാത്മാവിൻ തൃക്കയ്യാൽ നുകർന്നുവോ. കണ്ടുവോ ശിവനെ കണ്ടുവോ, എന്നപ്പനെ ദേവനെ കണ്ടുവോ. കാതിൽ ചൊല്ലിയോ ആത്മവേദന തൻ ആഴിയേ. ചൊല്ലിയോ കാതിൽ ചൊല്ലിയോ ആത്മവേദന തൻ ആഴിയേ. അന്തരാത്മാവിൻ മുറിപ്പാടുകളെ വീണുവോ വീണു കേണുവോ തോഴി. അന്തരാത്മാവിൻ മുറിപ്പാടുകളെ
വീണുവോ വീണു കേണുവോ അശ്രുപൂക്കളെ തൃപ്പാദത്തിലർപ്പിച്ചുവോ അശ്രുപൂക്ക